ഞാൻ എപ്പോഴും ഒരു മാസത്തിലൊരിക്കൽ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിടും. മെസ്സഞ്ചറിൽ നിങ്ങൾ എന്ത് എഴുതിയിട്ടാലും, ഗുഡ് മോർണിംഗ് ആയാലും ഗുഡ് നൈറ്റ് ആയാലും ഞാനത് ശ്രദ്ധിക്കാറില്ല. പിന്നെ പെട്ടെന്ന് നമ്മൾ മറിഞ്ഞു പോകുമ്പോൾ നമ്മളിങ്ങനെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ, അതായത് ഒരിക്കലും നമുക്ക്, അതായത് എൻ്റെ കുടുംബമായിരിക്കാം, അയാൾ എന്തെങ്കിലും എഴുതിയിട്ടാൽ പെട്ടെന്ന് ഞാൻ നോക്കും. ചിലപ്പോൾ എൻ്റെ ഫോൺ ഓണല്ലേ, എന്താ, അപ്പോൾ ചേച്ചി അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ ഞാൻ അവരെ തിരിച്ചു വിളിക്കും. അല്ലാതെ, കാരണം അതിനെ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടൊരു ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന റിക്വസ്റ്റുകളിൽ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ആ ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന റിക്വസ്റ്റിൻ്റെ അയാളുടെ പ്രൊഫൈൽ ഒന്ന് നോക്കുമ്പോൾ അത് ശരിക്കും ഫേക്ക് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. ചേച്ചി, അവിടെ അതിനകത്ത് എനിക്കൊരു പരിമിതി തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മുടെ എനിക്ക് 3 FB അക്കൗണ്ട്സ് ഉണ്ട്. അതിൽ 3 അക്കൗണ്ട്സിലും 5000 ഫ്രണ്ട്സ് വീതമുണ്ട്. അതിനുശേഷം വന്ന് കിടക്കുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 5000 പേരിൽ ഒരു 1500 പേരോ 2000-ലോ അധികം പേരെ എനിക്ക് അറിയണം എന്നില്ല. അവരെ മാത്രമേ ഞാൻ സുഹൃത്തുക്കളാക്കി വെക്കുകയുള്ളൂ. എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം എന്റെ നമ്മളായിരിക്കുന്ന പ്രൊഫഷന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഫിൽറ്ററിംഗ് ഞാൻ ഈ കെണിയിലോട്ട് എങ്ങനെ വീഴാൻ സാധ്യതയാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഒരു മനുഷ്യൻ, ഇപ്പൊ ഞാനൊരു ഫോട്ടോ ഇട്ടു, അതിൻ്റെ അടിയിൽ അയാൾ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇട്ടെന്ന് വിചാരിക്കുക. അയാളെ നമ്മൾ എപ്പോഴും മൈൻഡിൽ വെച്ചോളണം. ഇയാൾ അടുത്തത് പറയട്ടെ, നമ്മളിങ്ങനെ വാർ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരികയാണ് കാര്യങ്ങൾ. നമ്മള് സിനിമയിലുള്ള ഒരു കുട്ടിയല്ല, ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്യപ്പെടുന്നത് നിഷ്കളങ്കരായ കുട്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഈ കുട്ടികൾ ഇവരെ നോട്ട് ചെയ്ത് വെക്കണം. കാരണം അടുത്തത് ഇതിനേക്കാൾ വരും, ഇൻബോക്സിൽ വരും. ഈ കുട്ടികൾ വിചാരിക്കുന്നത് ഇത് യഥാർത്ഥമായിട്ട് സംസാരിക്കുന്നതെന്നാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം കെണിയുടെ ഫസ്റ്റ് ഭാഗമാണെന്ന്. ഈ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്ന മക്കൾ, മനസ്സിലായോ? അവർക്കാണ് ഈ ക്ലാസ്. കാരണം അവരത് ചിന്തിക്കണം, അവൻ എന്തിനാണ് പോകുന്നത്, ആരാണ്. ഇപ്പം ചിലപ്പോൾ അവർ പറയുന്നു ഞാൻ കാഫി ഷോപ്പിൽ വരും, കാത്തു നിൽക്കാം. എന്തിനാണ് ഈ കുട്ടി പോകേണ്ടത്? നേരത്തെ വീണ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു വിഷയമുണ്ടെങ്കിൽ നമുക്കത് ഒപ്പീനിയൻ തുറന്ന് പറയുക, അതിൽ നിന്ന് മാറുക. അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ വന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു എന്തിനാണ് ഫോട്ടോ ഇടുന്നത്. ഇത്തരത്തിൽ നമ്മളുടെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ, അവകാശങ്ങളെ ചുരുക്കി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? അതായത് നമ്മളാവുന്നത്ര ചുരുങ്ങുക, പുറത്തുള്ള ലോകം അവരായിരിക്കുന്ന രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്നുള്ള അവസ്ഥയിലാണോ നമ്മൾ പോകാൻ സമ്മതിക്കേണ്ടത്? അതോ നമ്മൾക്ക് വളരെ അറ്റ്ലീസ്റ്റ് ബേസ് മിനിമം റിക്വയർമെൻറ്റ്സ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് എനിക്ക് ഈ വസ്ത്രം കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറയുന്നതിലേക്ക് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഡിസ്കണക്റ്റ് ഉണ്ട്, അത് ചർച്ച ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ്, അല്ലെങ്കിൽ എനിക്ക് ഞാനായി വർത്തിക്കാനുള്ളൊരു സാഹചര്യം നമ്മുടെ ലോകം, നമുക്ക് ചുറ്റുമുള്ള നമ്മൾ വർത്തിക്കുന്ന ഒരു ലോകം തരുന്നുണ്ടോ? വലിയൊരു പരിധിവരെ ഇല്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേം തന്നെ, നമ്മളൊരു സ്റ്റാഫായി അവിടെ ജോലി ചെയ്യുന്നതും അല്ലാതെ ഒരു ഫ്രീലാൻസ് ആയി നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കാര്യങ്ങൾ പറയാമായിരിക്കാം, പക്ഷേ അവിടെയും പ്രശ്നമുള്ളത് നമ്മൾ തുറന്ന് പറയുമ്പോൾ എനിക്കിത് പറ്റില്ല, അല്ലെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ പരിമിതികളെന്ന് പറയുമ്പോൾ ഈ പരിമിതികളൊന്നും ഇല്ലാത്ത 1000 പേരെ അവർ കണ്ടുപിടിക്കുമെന്നുള്ളത് വളരെ അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 പേര് വരും, അതൊരു ഫാക്റ്റാണ്. പക്ഷേ അവിടെയും ഞാൻ പറയുന്നു, നമ്മളാണ് എന്ന് വളരെ മാന്യമായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കുറേയൊക്കെ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഈ അസോസിയേഷൻസ്, ഇപ്പോൾ അമ്മ പോലുള്ളൊരു സംഘടന അഭിനേതാക്കൾക്കുണ്ട്, അവിടെയും ഒരുപാട് കോലാഹലങ്ങളാണ്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും പേരിനെങ്കിലും ഈ WCC ഒക്കെ ഇപ്പോൾ ചർച്ചയിലെങ്കിലും വരുന്നുണ്ടല്ലോ, അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അവതാരകർക്ക് അത്തരത്തിലൊരു അസോസിയേഷൻ ഉണ്ടോ? തീർച്ചയായും.